ഹലോ, ഏഞ്ചൽ അൺനിയാപ്പം എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ ആദ്യമായി ഞങ്ങളുടെ ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കണേ. ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തണേ. ഗോതമ്പ് മാവ് കൊണ്ട് നല്ല പഞ്ഞി പോലുള്ള ഉണ്ണിയപ്പം എങ്ങനെ ഉണ്ടാക്കാമെന്ന് വീഡിയോയിലൂടെ കാണാം. ആദ്യമായിട്ട് നമ്മൾ 2 കപ്പ് ശർക്കര ഉരുക്കാനായിട്ട് വെക്കുകയാണ്. ഇവിടെ നമ്മൾ അളവ് ഗ്ലാസ് ആയിട്ട് എടുത്തിരിക്കുന്നത് സാധാരണ നമ്മൾ വീട്ടിലൊക്കെ ചായ കുടിക്കുന്ന ഗ്ലാസ്സാണ്. രണ്ട് ഗ്ലാസ് ശർക്കരയ്ക്ക് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചാണ് നമ്മളിത് ഉരുക്കിയെടുക്കുന്നത്. അങ്ങനെ നമ്മുടെ ശർക്കര പാനി ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഈ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ഗോതമ്പ് പൊടി കൊണ്ടാണ്. ഗോതമ്പ് പൊടിയും 2 ഗ്ലാസ്സാണ് എടുക്കുന്നത്. അതായത് നമ്മൾ നേരത്തെ ശർക്കര അളന്ന അതേ ഗ്ലാസ്സിലാണ് നമ്മൾ ഗോതമ്പ് പൊടിയും എടുക്കുന്നത്. മാവ് എടുത്ത് വെച്ച് കഴിഞ്ഞ ശേഷം ഒരു ജാറെടുത്ത് അതിലേക്ക് 2 സ്പൂൺ പഞ്ചസാര മിക്സിയിലിട്ട് പൊടിച്ചെടുക്കണം. ഒപ്പം കുറച്ച് ഏലക്കായും കൂടി ചേർക്കേണ്ടതാണ്. പൊടിച്ചെടുത്ത പഞ്ചസാര ആ മിക്സിലേക്ക് നമ്മൾ 3 പാളയംതോടൻ പഴം ചേർക്കുകയാണ്. അത് നമ്മൾ വീണ്ടും ഒരിക്കൽ കൂടി മിക്സിയിലിട്ട് അടിച്ചെടുക്കണം. നമ്മൾ പഴമെല്ലാം അടിച്ച് വെച്ച് കഴിഞ്ഞ ശേഷം അടുത്ത് ചെയ്യേണ്ടത് 2 സ്പൂൺ നെയ്യ് എടുത്ത് ഉരുക്കിയെടുക്കണം. അതിലേക്ക് കുറച്ച് തേങ്ങ നമ്മൾ ആദ്യമേ തന്നെ കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരുവിധം ബ്രൗൺ നിറമാവുന്നതുവരെ അത് വഴറ്റിയെടുക്കേണ്ടതാണ്. ഈ തേങ്ങ വറുത്തത് നമ്മൾ നേരത്തെ എടുത്തു വെച്ച ആ മാവിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കണം. അതായത് നെയ്യോടൊപ്പം തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ നേരത്തെ അടിച്ചു വെച്ച പഴത്തിൻ്റെ മിക്സ് പഞ്ചസാരയും കൂടി ചേർത്ത് പൊടിച്ചത് ഈ മാവിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നു. അതിനോടൊപ്പം തന്നെ നേരത്തെ നമ്മൾ ഉരുക്കി വെച്ചിരുന്ന ശർക്കര അരിച്ച് ഇതിലേക്ക് ഒഴിക്കണം. അരിച്ച് തന്നെ ഒഴിക്കണം, കാരണം ഒരുപാട് മണ്ണൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് നമ്മൾ അരിച്ചാണ് ഈ മാവിലേക്ക് അത് ഒഴിക്കുന്നത്. അത് കഴിഞ്ഞ് ഈ കാണുന്ന വിധത്തിൽ തന്നെ നല്ല രീതിയിൽ അതിനെ മിക്സ് ചെയ്തെടുക്കണം. കാരണം അത് കട്ട പിടിക്കാനുള്ള ചാൻസൊക്കെ ഉണ്ട്. അതുകൊണ്ട് നല്ല രീതിയിൽ കട്ടയൊന്നും ഉണ്ടാകാത്ത രീതിയിൽ തന്നെ അത് കുഴച്ചെടുക്കേണ്ടതാണ്. മാവ് ഒരുപാട് കട്ടിയാകാൻ പാടില്ല. അതിനനുസരിച്ച് ആവശ്യത്തിന് വേണമെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം അഡീഷണലായിട്ട് ചേർക്കാവുന്നതാണ്. നമുക്ക് ഈ മാവ് കോരി ഒഴിക്കുന്ന ആ ഒരു പരുവത്തിന് കിട്ടണം. എന്നാൽ ഒരുപാട് വെള്ളം ആകാനും പാടില്ല, ആ രീതിയിലായിരിക്കണം. മാവെല്ലാം മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ 1/2 മണിക്കൂർ അത് പുളിക്കാൻ വേണ്ടി മാറ്റി വയ്ക്കേണ്ടതാണ്.
ഇതിൽ ഞങ്ങൾ സോഡാപ്പൊടി ഒന്നും ചേർത്തിട്ടില്ല, ഈ പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ ചേർത്തിട്ടുള്ളൂ. അത് കഴിഞ്ഞ ശേഷം ഉണ്ണിയപ്പ ചട്ടി എടുത്ത് വെച്ച് എണ്ണ ഒഴിച്ച് നന്നായി ചൂടായി വരുമ്പോൾ നമ്മൾ മാവ് കോരി ഒഴിക്കുന്നു. ഒരു സൈഡ് ഏകദേശം വെന്ത് വരുമ്പോൾ തന്നെ നമുക്കിത് കാണുന്ന വിധത്തിൽ മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ ഇവിടെ നമ്മുടെ വളരെ സോഫ്റ്റായ ഉണ്ണിയപ്പം തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഇത് പരീക്ഷിച്ച് നോക്കണം. ഉണ്ണിയപ്പമൊക്കെ കടയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാളും കുഞ്ഞുമക്കൾക്ക് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തു കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു പലഹാരമാണ് ഇത്. അപ്പോൾ എല്ലാവരും വീട്ടിൽ തന്നെ ട്രൈ ചെയ്ത് നോക്കുമല്ലോ.